BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. 9ാമത് അറബ് ഫിസ്ക്കൽ ഫോറത്തിൽ ബഹ്റൈൻ പങ്കെടുത്തു. ദുബായിൽ നടന്ന ഫോറത്തിൽ ബഹ്റൈൻ ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയാണ് പങ്കെടുത്തത്. അറബ് മോണിറ്ററി ഫണ്ടിന്റെയും അന്താരാഷ്ട്ര മോണിറ്ററി ഫണ്ടിന്റെയും സഹകരണത്തോടെ UAE ധനകാര്യ സഹമന്ത്രി മുഹമ്മദ് ബിൻ ഹാദി അൽ ഹുസൈനിയാണ് ഫോറം ഉദ്ഘാടനം ചെയ്തത്. അറബ് മോണിറ്ററി ഫണ്ടിന്റെ ഡയറക്ടർ ജനറലും ബോർഡ് ചെയർമാനുമായ ഡോക്ടർ ഫഹദ് ബിൻ മുഹമ്മദ് അൽ തുർക്കി, അന്താരാഷ്ട്ര മോണിറ്ററി ഫണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലിന ജോർജിയവ എന്നിവർ പങ്കെടുത്തു. ധനനയം, കാലാവസ്ഥാ പ്രതിരോധം, കൂടുതൽ ഫലപ്രദമായ ഭാവി ധനനയങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിലാണ് ചർച്ചകൾ നടന്നത്. ഓടിക്കാൻ പ്രത്യേക ലൈസൻസ് ആവശ്യമില്ലാത്ത സ്കൂട്ടറുകൾ ബഹ്റൈനിലെ പൊതുനിരത്തുകളിൽ നിരോധിച്ചു. ട്രാഫിക് നിയമം പാലിക്കുന്നതിനും റോഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെയും ഭാഗമായി പ്രധാന പൊതുറോഡുകൾ, റോഡ് ഷോൾഡറുകൾ, എമർജൻസി ലൈനുകൾ, നിയുക്ത സ്റ്റോപ്പിംഗ് ഏരിയകൾ എന്നിവയിൽ ലൈസൻസ് ഇല്ലാത്ത സ്കൂട്ടറുകളും സമാനമായ വാഹനങ്ങളും ഉപയോഗിക്കുന്നത് നിരോധിച്ചതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. അനിയന്ത്രിതമായി സ്കൂട്ടർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടിയെന്നും ഡയറക്ടറേറ്റ് പ്രസ്താവിച്ചു. നിയമം ലംഘിക്കുന്നവരുടെ സ്കൂട്ടറുകൾ കണ്ടുകെട്ടുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ബഹ്റൈനിലെ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പിഴകളിൽ ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്ക് ഷൂറ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചു. പുതിയ ഭേദഗതി പ്രകാരം തൊഴിൽ ചട്ടങ്ങൾ ലംഘിച്ച പ്രവാസി തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് പിഴയിൽ ഇളവ് ലഭിക്കും. മാത്രമല്ല, ജയിൽ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്യും. കാലാവധി കഴിഞ്ഞവർക്ക് പെർമിറ്റോ മറ്റ് കമ്പനികളുടെ പെർമിറ്റോ ഉള്ള തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് 1000 ദിനാറാണ് നിലവിൽ പിഴ. ഇത് 500 ദിനാറായി കുറയ്ക്കും. ലംഘനം ആവർത്തിച്ചാൽ ഇത് ഇരട്ടിയാക്കും. അറിയിപ്പ് ലഭിച്ച് 14 ദിവസത്തിനുള്ളിൽ കമ്പനി ലംഘനം തീർപ്പാക്കുകയാണെങ്കിൽ ഈ കുറഞ്ഞ പിഴയുടെ ആനുകൂല്യം ലഭിക്കും. വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്ന പിഴയിലും കുറവ് വരുത്തി. നേരത്തെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആദ്യ ദിവസം മുതൽ 1000 ദിനാറായിരുന്നു പിഴ. പുതിയ ഭേദഗതി പ്രകാരം വർക്ക് പെർമിറ്റ് കാലഹരണപ്പെട്ട 10 ദിവസത്തിനുള്ളിൽ ലംഘനം കണ്ടെത്തിയാൽ 100 ദിനാറായിരിക്കും പിഴയടച്ച് ലംഘനങ്ങൾ ക്രമവൽക്കരിക്കാൻ പുതിയ നിയമം അനുവദിക്കുന്നു. അറിയിപ്പ് ലഭിച്ച് 14 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിശ്ചിത തുകയടച്ച് ലംഘനങ്ങൾ പരിഹരിക്കാം. സെറ്റിൽമെന്റ് തുക പൂർണ്ണമായി അടച്ചാൽ ക്രിമിനൽ കുറ്റങ്ങൾ ഒഴിവാക്കാമെന്നും നിയമം വ്യക്തമാക്കുന്നു. 41 സർക്കാർ സേവനങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ. മൈഗവ് ആപ്പ് പുറത്തിറക്കി. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം, ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ആപ്പ് പുറത്തിറക്കിയത്. CPR, പാസ്പോർട്ട് തുടങ്ങി 41 സർക്കാർ സേവനങ്ങളാണ് മൈഗവ് എന്ന ആപ്പിലൂടെ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ലഭ്യമാവുക. IGA ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അൽ ഗായിദിന്റെ സഹകരണത്തോടെ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയാണ് മൈഗവ് അനാച്ഛാദനം ചെയ്തത്. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരവും ഡിജിറ്റൽ സംവിധാനങ്ങളെ ഉപഭോക്താക്കളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും സർക്കാർ പ്രക്രിയകൾ സുഗമമാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗവുമായാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയതെന്നും ആഭ്യന്തര മന്ത്രി പറഞ്ഞു. കോഴിക്കോട് UDF RMPAയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഫെബ്രുവരി 22 നടത്തുന്ന ഹൃദ്യം 2025 മുന്നോടിയായി സ്വാഗത സംഘം ചേർന്നു. KMCC ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ശ്രീജിത്ത് പനായി സ്വാഗതം പറഞ്ഞു. UDF കോഴിക്കോട് ജില്ലാ ചെയർമാൻ ഷാജഹാൻ പരപ്പൻപൊയിൽ അധ്യക്ഷത വഹിച്ചു. OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ഉദ്ഘാടനം ചെയ്തു. KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, UDF നേതാക്കളായ KP മുസ്തഫ, മനു മാത്യു, ലത്തീഫ് ആയഞ്ചേരി, ഫൈസൽ കോട്ടപ്പള്ളി, അസ്ലം വടകര, മിനി റോയി, AP ഫൈസൽ കണ്ടിത്താഴം, പ്രദീപ് മേപ്പയൂർ, ഗിരീഷ് കാഴിയത്ത്, സൈദ് അമ്മാസ്, ബിജുബാൽ CK, നിസാർ കുന്നംകുളത്തിൽ, അശ്വതി മിഥുൻ, രഞ്ജിത്ത് മാഹി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹൃദ്യം 2025 ചെയർമാൻ KC ഷമീം, കൺവീനർ PK ഇഷാഖ് എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിന് സജിത് വെള്ളിക്കുളങ്ങര നന്ദി പ്രകാശിപ്പിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാനിയ ഏരിയയുടെ നേതൃത്വത്തിൽ KPA ആസ്ഥാനത്ത് KPA ചിൽഡ്രൻസ് പാർലമെന്റുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്കായി എക്സാം ഫോബിയ അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പരീക്ഷയോടുള്ള ഭയവും ഉത്കണ്ഠയും മാറ്റി കുട്ടികളെ പരീക്ഷയ്ക്ക് പാകമാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് എക്സാം ഫോബിയ ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രവാസി ഗൈഡൻസ് സെന്റർ ചെയർമാനും സീനിയർ കൗൺസിലറുമായ ഡോക്ടർ ജോൺ പനക്കൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടിയും ഉത്കണ്ഠയും മാറാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ക്ലാസ് എടുത്തു. KPA സൽമാനി ഏരിയ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ സെക്രട്ടറി GB ജോൺ വർഗീസ് സ്വാഗതം ആശംസിക്കുകയും KPA പ്രസിഡന്റ് അനൂജ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. KPA പ്രസിഡന്റ് അനൂജ് മാസ്റ്റർ ഡോക്ടർ ജോൺ പനക്കലിന് KPയുടെ മെമ്മന്റോ നൽകി ആദരിച്ചു.
KPA ചിൽഡ്രൻസ് വിംഗ് കൺവീനർ നിസാർ കൊല്ലം, KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുധൻ, KPA ട്രഷറർ മനോജ് ജമാൽ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കോയിവിള മുഹമ്മദ് കുഞ്ഞ്, അനിൽകുമാർ, രജീഷ് പട്ടാഴി എന്നിവർ ആശംസയും KPA സൽമാൻ ഏരിയ ട്രഷറർ സന്തോഷ് കുമാർ നന്ദിയും അർപ്പിച്ചു. ഏരിയ കോർഡിനേറ്റർ റെജിമോൻ ബേബിക്കുട്ടി, സെൻട്രൽ കമ്മിറ്റി അംഗം ബിജു ആർ പിള്ള എന്നിവർ അവയർനെസ് ക്ലാസ് നിയന്ത്രിച്ചു. IYCC ബഹ്റൈൻ സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റൈനുമായി സഹകരിച്ച ഹൂറ അൽത്തീൽ മൈതാനത്ത് വെച്ച് നടന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ഗോസി FC ജേതാക്കളും മറീന FC റണ്ണറപ്പുമായി. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി MP ഉദ്ഘാടനം ചെയ്തു. IYCC ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി സ്വാഗതം പറഞ്ഞു. ചാമ്പ്യൻസിനുള്ള ട്രോഫി സന്തോഷ് ട്രോഫി താരം പാച്ചനും, റണ്ണേഴ്സ് അപ്പ് ട്രോഫി ജനറൽ കൺവീനർ റിനോ സക്കറിയയും നൽകി. ഇരു ടീമുകൾക്കുമുള്ള ക്യാഷ് അവാർഡ് ട്രഷറർ ബെൻസി ഗനിയുടെ, അസിസ്റ്റന്റ് ട്രഷറർ മുഹമ്മദ് ജസീൽ എന്നിവർ വിതരണം ചെയ്തു. റമദാൻ ഒരുക്കങ്ങളുടെ ഭാഗമായി മക്കയിലും മദീനയിലും പരിശോധന ശക്തമാക്കി ടൂറിസം വകുപ്പ്. ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, ടൂറിസം സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ തുടരുന്നത്. റമദാനിൽ മക്കയിലും മദീനയിലും എത്തുന്ന സന്ദർശകർക്ക് ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നത് ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണിത്. ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബിന്റെ മാർഗനിർദ്ദേശത്തിനും തുടർ നടപടികൾക്കും കീഴിലാണ് പരിശോധനകൾ നടക്കുന്നത്. കേരളത്തിലെ ഉയർന്ന താപനില കണക്കിലെടുത്ത് ജോലി സമയം പുനഃക്രമീകരിച്ച ലേബർ കമ്മീഷണർ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ലേബർ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാവിലെ 7-നും വൈകിട്ട് 7-നും ഇടയിൽ 8 മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 11 മുതൽ മെയ് 10 വരെയാണ് നിയന്ത്രണം. തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. നിർമ്മാണ മേഖലയിലും റോഡ് നിർമ്മാണത്തിനിടയിലും കർശനമായ സമയക്രമീകരണം നടപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹമാധ്യമം പരാതിയെ തുടർന്ന് സനൽകുമാറിനെതിരെ പോലീസ് നടപടിയെടുത്തിരുന്നു. 2022 നൽകുന്നതിന് പകരമാണെതിരെ പരാതി നൽകിയത്. നടിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ പൂർത്തിയാക്കി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാനാകും. മാർച്ച് 1 മുതൽ ശശിധരനെതിരെ പോലീസിലൂടെ പ്രത്യേക നിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പ് നൽകുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിനുള്ളിൽ എല്ലാ വാഹനോടമകളും RC ബുക്കുമായി ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഗതാഗത കമ്മീഷണർ H നാഗരാജു പറഞ്ഞു. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകളാണ് നൽകേണ്ടതെന്നും ഓൺലൈൻ വഴി സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.